ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചുകൂട്ടി വരാൻ പോകുന്ന സംഭവങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 12 മക്കളോടും ഓരോരോ സന്ദേശങ്ങൾ പറയുന്ന ഒരു വിവരണമുണ്ട്. ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം, യാക്കോബിൻ്റെ പുത്രന്മാരെ ഒന്നിച്ചുകൂടുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം യാക്കോബ് തൻ്റെ മൂത്ത പുത്രനായ റൂബനെ കുറിച്ച് പറഞ്ഞു, നീ ഒരു മഹാപരാധം ചെയ്തതുകൊണ്ട്, അതായത് നിന്റെ പിതാവിൻ്റെ ഉപനാരിയുടെ കൂടെ നീ ശയിച്ച് അപ്പനെ ദ്രോഹിച്ചതുകൊണ്ട് നിനക്ക് കഴിഞ്ഞൂൽ പുത്രസ്ഥാനം ഉണ്ടാവില്ല. അഹങ്കാരത്തിലും ശക്തിയിലും നീ മുൻപൻ തന്നെ വെള്ളം പോലെ അസ്ഥിരനായ നീ മുൻപനായി വാഴില്ല. പിന്നെ മുൻപനായി വാഴാനായിട്ട് സാധ്യതയുള്ളത് ശിമെയോനാണ്. ശിമെയോനും അതിനുള്ള യോഗ്യതയില്ലെങ്കിൽ പിന്നെ ലേവിയാണ് അടുത്തത്, മൂന്നാമത്തെ പുത്രൻ. പക്ഷെ ബൈബിൾ പറയുന്നു, ശിമെയോനോടും ലേവിയോടും യാക്കോബ് പറയുകയാണ്, ശിമെയോനും ലേവിയും കൂടപ്പിറപ്പുകളാണ്, അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാക്കി. അവരുടെ ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ, അവരുടെ സമ്മേളനത്തിൽ എൻ്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ. എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നു, ക്രൂരതയിൽ അവർ കാളകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി. അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ. ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും, ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത നൊമ്പരമുണ്ടാക്കുന്ന വാക്കുകളാണ് യാക്കോബ് പറഞ്ഞത്. അപ്രിയ സത്യങ്ങൾ അതിനെ വിളിക്കാം. എന്തുകൊണ്ട് അപ്രിയ സത്യങ്ങളായത്? ദൈവം നൽകിയ, അബ്രാഹത്തിന് നൽകിയ ഒരു വിളിയോട് ചേർന്ന് നൽകിയ ഒരു അഭിഷേകമുണ്ടായിരുന്നു. അത് വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിന് യേശുക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിക്കാനുള്ള ദൈവജനത്തെ അനുഗ്രഹിച്ചുയർത്തിയ ദൈവം, യേശുവിനെ ലോകത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു വിശ്വാസികളുടെ സമൂഹത്തെ ഒരുക്കുന്ന ദൈവം, അതിന് അബ്രാഹത്തിന് നേതൃത്വം കൊടുത്തു. ആ അനുഗ്രഹം ഇസഹാക്കിന് ലഭിച്ചു. ആ അനുഗ്രഹം പിന്നെ യാക്കോബിന് കിട്ടി. ആ അനുഗ്രഹം യാക്കോബിൽ നിന്ന് കിട്ടുന്നത് റൂബനാണ്. റൂബന്റെ അശുദ്ധി കാരണം, അവിഹിത ബന്ധത്തിൻ്റെ ദുരാത്മാവനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവനും ആ കൃപ നഷ്ടപ്പെട്ടു. പിന്നെ കിട്ടേണ്ടത് ശിമെയോനും ലേവിക്കുമായിരുന്നെങ്കിലും അവരും ക്രൂരതകളുടെ പര്യായങ്ങളാണ് അവരെന്ന് യാക്കോബ് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളും മുൻപരായി വാഴുകയില്ല. ആ സംഭവം നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 34-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, യാക്കോബിന് ലേയിലുണ്ടായ മകൾ ദീന ആ നാട്ടിലുള്ള സ്ത്രീകളെ സന്ദർശിക്കാൻ പോയി. അവിടുത്തെ പ്രഭുവായിരുന്ന ഹാമോർ എന്ന ഹിവ്യന്റെ മകൻ ഷെഖേം അവളെ കണ്ടപ്പോൾ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അപമാനിച്ചു. അവൻ ആ പെൺകുട്ടിയോട് ആഗ്രഹം തോന്നിയെന്ന് പറഞ്ഞാൽ തെറ്റാണ്, ആസക്തിയുള്ള അല്ലെങ്കിൽ ആത്മസംയമനമില്ലാത്ത ആഗ്രഹം തോന്നിയെന്ന് പറയണം. ഇത് വളരെയേറെ ധ്യാന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. പല വ്യക്തികൾക്കും സ്വാഭാവികമായ ലൈംഗികതയും അതിനോട് ചേർന്ന് വരുന്ന വികാരങ്ങളും അസ്വാഭാവികമായ ശൈലികളിലേക്കും ആഗ്രഹങ്ങളിലേക്കും നടപടികളിലേക്കും തദ്വാരമുള്ള മഹാദുരന്തങ്ങളിലേക്കും നയിക്കുന്നു. ഇതിന് സമമല്ലേ പിന്നീട് നമ്മൾ കാണുന്ന 2 സാമുവേൽ 11-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന ദാവീദിന്റെ പാപം. അവന് കുടുംബജീവിതം നയിക്കുന്നവൻ, ഭാര്യമാര് പലരുള്ളവൻ. ഇതാ ഹിത്തനായ ഊറിയായുടെ ഭാര്യ ബത്ശബയെ കണ്ടപ്പോൾ, അവൾ കുളിക്കുന്നത് കണ്ടപ്പോൾ, അശുദ്ധമായ നോട്ടങ്ങളിലൂടെ അവളുമായുള്ള അവിഹിത ബന്ധത്തിലുള്ള താല്പര്യങ്ങളിലേക്കും അവളെ പ്രാപിച്ച് അവളെ ഗർഭധാരണത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയിലേക്കും അവന് നയിച്ചു. ആ മഹാദുരന്തം പിന്നീട് വളർന്ന് അവളുടെ ഭർത്താവിനെ ക്രൂരമായി കൊല്ലുന്ന പാപത്തിലെത്തിച്ചു. അവസാനം അവൻ്റെ രാജാധികാരത്തിൻ്റെ അഭിഷേകം പോലും ചോർന്നു പോകുന്ന ദുരന്തം ഉണ്ടായി. മകൻ അപ്പനെതിരെ തിരിഞ്ഞ്
ആ കൊട്ടാരത്തിൽ നിന്ന് വാളൊഴിയാതാകും ദുരന്തമുണ്ടായി. അതിന് സമാനമായൊരു ദുരന്തമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഷെക്കേം അവളെ അപമാനിച്ചു. അവൻ്റെ ഹൃദയം യാക്കോബിൻ്റെ മകളായ ദീനയിൽ ലയിച്ചു ചേർന്നു. അവൻ അവളെ അതിരറ്റ് സ്നേഹിച്ചു. സ്നേഹവായ്പോടെ അവൻ അവളോട് സംസാരിച്ചു. അവളോട് അവന് താല്പര്യം തോന്നി എന്നുള്ളത് അന്നത്തെ കാലത്ത് തെറ്റൊന്നും പറയാനില്ല. അന്നും എന്നും ഒരു പുരുഷന്, വിവാഹപ്രായമായ പുരുഷന്, വിവാഹപ്രായമായ ഒരു സ്ത്രീയോട്, ഒരു പെൺകുട്ടിയോട്, യുവതിയോട് താല്പര്യം തോന്നിയാൽ അതിനുള്ള ആദ്യത്തെ നടപടി അവന് തെറ്റിച്ചു. ആദ്യം തന്നെ അവളുടെ അപ്പനോടോ ആങ്ങളമാരോടോ ഇങ്ങനൊരു ആഗ്രഹമുണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ അവൻ്റെ അപ്പനോട് അവൻ പറയണമായിരുന്നു. ഇവൻ അതിനു പകരം അവളുമായി പാപം ചെയ്ത് അവരുടെ ശുദ്ധത നഷ്ടപ്പെടുത്തി അവളെ നശിപ്പിച്ചു. ആഴത്തിലുള്ള മുറിവ് അവളുടെ ആങ്ങളമാർക്കും അപ്പന് സമ്മാനിച്ചു. ഷെക്കം തൻ്റെ പിതാവായ ഹാമോറിനോട് പറഞ്ഞു, ആ പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി തരണം. തൻ്റെ മകളായ ദീനയെ ഷെക്കം മാനഭംഗപ്പെടുത്തിയെന്ന് വിവരം യാക്കോബ് പറഞ്ഞു. പുത്രന്മാരെല്ലാവരും വയലിൽ കാലികളുടെ കൂടെ ആയിരുന്നത് കൊണ്ട് അവൻ തിരിച്ചെത്തും വരെ അവൻ ക്ഷമിച്ചിരുന്നു. ഷെക്കമിൻ്റെ പിതാവായ ഹാമോർ യാക്കോബിനോട് സംസാരിക്കാനായി വന്നു. വിവരമറിഞ്ഞ യാക്കോബിൻ്റെ പുത്രന്മാർ വയലിൽ നിന്ന് തിരിച്ചെത്തി. അവർക്ക് രോക്ഷവും അമർഷവും ഉണ്ടായി. കാരണം യാക്കോബിൻ്റെ മകളെ ബലാത്സംഗം ചെയ്തത് വഴി ഷെക്കെം ഇസ്രായേലിന് നിഷിദ്ധമായ മ്ലേച്ഛതയാണ് പ്രവർത്തിച്ചത്. അപ്പനും അപ്പൻ്റെ മക്കൾക്കും വലിയ മുറിവായിട്ട് മാറി. കാരണം ഈ അപ്പൻ്റെ മകളെ, ഈ ആൺമക്കളുടെ പെങ്ങളെ ഈ പ്രഭുവിൻ്റെ മകൻ ബലാത്സംഗം ചെയ്തു, മ്ലേച്ഛത പ്രവർത്തിച്ചു. ഇതാ ആ തിന്മയിൽ നിന്ന് ഒരു നന്മയുണ്ടാകാനായിട്ടുള്ള പരിശ്രമമായി ഈ പ്രഭുവായ ഹാമോറും മകനായ ഷെക്കമും കൂടി യാക്കോബിൻ്റെയും സഹോദരന്മാരുടെ അടുത്ത് വന്നു. തുടർന്ന് നമ്മൾ വായിക്കുകയാണ്. അവരുടെ പ്രപ്പോസൽ അവർ പറഞ്ഞു, ഞങ്ങളും ആ വിവാഹബന്ധത്തിൽ ഏർപ്പെടുക, നിങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് തരിക, ഞങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ സ്വീകരിക്കുക, ഞങ്ങളുടെ കൂടെ പാർക്കുക, ഇത് നിങ്ങളുടെ സ്വന്തം നാട് പോലെ പരിഗണിച്ചു കൊള്ളുക. 13-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം. തങ്ങളുടെ സഹോദരി ദീനയെ ഷെക്കം മാനഭംഗപ്പെടുത്തിയത് കൊണ്ട് യാക്കോബിൻ്റെ മക്കൾ അവനോടും അവൻ്റെ പിതാവായ ഹാമോറിനോടും ചതിവായി സംസാരിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, സമ്മതിച്ചു, ഞങ്ങളുടെ പെങ്ങളെ നിനക്ക് തരാം. ഷെക്കമിനോട് പറഞ്ഞു. പക്ഷെ വ്യവസ്ഥ ഇതാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പുരുഷന്, വിജാതീയനായ പുരുഷന് മകളെ അല്ലെങ്കിൽ പെങ്ങളെ കൊടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളെല്ലാവരും പരിച്ഛേദനം നടത്തണം. പരിച്ഛേദനം നടത്തിയാൽ മാത്രമേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാമോർ എന്ന പ്രഭു അവരുടെ സ്വദേശത്ത് പുരുഷന്മാരെല്ലാവരോടും പറഞ്ഞു, നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ഇവരുമായൊരു ബന്ധത്തിൽ ഏർപ്പെടാം, ഇവരുടെ സ്വത്തും ഇവരും എല്ലാം നമ്മുടെ കൂടെ ആകുമല്ലോ എന്ന് പറഞ്ഞു. അവരാ പറഞ്ഞനുസരിച്ച് ഒരു കരാറ് പ്രകാരം എല്ലാവരും പരിച്ഛേദനത്തിന് വിധേയരായ പുരുഷന്മാര്. 3-ാം ദിവസം അവർ വേദനിച്ചിരുന്നപ്പോൾ ദീനയുടെ സഹോദരന്മാരും യാക്കോബിന്റെ പുത്രന്മാരുമായ ശിമെയോനും ലേവിയും വാളെടുത്ത് അപ്രതീക്ഷിതമായി നഗരത്തിൽ കടന്ന് പുരുഷന്മാരെ എല്ലാം വധിച്ചു. ഹാമോറിനെയും മകൻ ഷെക്കമിനെയും അവർ വാളിനിരയാക്കി. ഷെക്കമിന്റെ വീട്ടിൽ നിന്ന് ദീനയെ വീണ്ടെടുത്ത് അവർ തിരിച്ചു പോന്നു. തങ്ങളുടെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയതിന്റെ പേരിൽ യാക്കോബിന്റെ മക്കൾ മരിച്ചു കിടന്നവരുടെ ഇടയിലൂടെ ചെന്ന് നഗരം കൊള്ളയടിച്ചു. അവരുടെ ആടുമാടുകളെയും കഴുതുകളെയും നഗരത്തിലും വയലിലുമുണ്ടായിരുന്ന സകലത്തെയും അവർ അപഹരിച്ചു. അവരുടെ സ്വത്തും വീട്ടുവകകളൊക്കെയും യാക്കോബിന്റെ മക്കൾ കൈവശപ്പെടുത്തി. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ഈ മഹാദുരന്തം നടന്നപ്പോൾ ഈ സഹോദരന്മാരുടെ അപ്പനായ യാക്കോബ് വല്ലാതെ പ്രയാസപ്പെട്ടു. അപ്പോൾ യാക്കോബ് ശിമെയോനെയും ലേവിയെയും വിളിച്ചിങ്ങനെ പറഞ്ഞു, ഇന്നാട്ടുകാരായ കാനാൻകാരുടെയും പെരിസ്യരുടെയും മുമ്പിൽ നിങ്ങൾ എനിക്ക് ദുഷ്കീർത്തി വരുത്തിയിരിക്കുന്നു. എനിക്ക് ആൾബലം കുറവാണ്. അവരൊന്നിച്ചുകൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും, ഞാനും കുടുംബവും നശിക്കും. അവർ ചോദിച്ചു, ഒരു വേശ്യയോട് എന്ന പോലെ അവൻ ഞങ്ങളുടെ സഹോദരിയോട് പെരുമാറിയത് എന്തിന്? ഇതാണ് ചരിത്ര പശ്ചാത്തലം. പ്രിയപ്പെട്ടവരെ, അവരുടെ പെങ്ങളോട് ഷെക്കം ചെയ്ത തെറ്റ്. പക്ഷേ മകൻ ചെയ്ത തെറ്റിനെ തിരുത്താൻ വേണ്ടി ആ മകൻ ഷെക്കമിൻ്റെ അപ്പൻ ഹാമോർ ഒരു സന്ധ്യ സംഭാഷണത്തിലേക്ക് വന്നു. അന്നത്തെ സംസ്കാരം അനുസരിച്ച് തിരുത്തിയെടുക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യാക്കോബിൻ്റെ മക്കൾ ഈ പരിച്ഛേദനത്തിന്, ഛേദനാചാരത്തിൻ്റെ അനുഭവത്തിലേക്ക് അവിടുത്തെ പുരുഷന്മാരോട് വരണമെന്ന് പറഞ്ഞപ്പോൾ അതിനും അവർ തയ്യാറായി. എന്ന് പറഞ്ഞാൽ, ഒരു പാപം ചെയ്തിട്ട് മറ്റൊരു പാപം കൊണ്ട്
ആ പാപത്തെ മൂടി വയ്ക്കാനോ ആ പാപത്തെ ഇല്ലാതാക്കാനോ പറ്റില്ല എന്നുള്ളത് കൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്യാനാണ് ഹാമോറും ഷെക്കലും തയ്യാറായത്. എന്നാൽ ഈ ഹീനമായ പാപത്തെ അതിഹീനമായ മറ്റൊരു ക്രൂര പാപത്താൽ യാക്കോബിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളുടെ പിതാവായ യാക്കോബിൻ്റെ മക്കൾ, ദൈവാനുഗ്രഹത്തിൻ്റെ ചാലുകളാകേണ്ടിയിരുന്ന മക്കൾ, മറ്റൊരു ക്രൂരമായ പാപത്താൽ, നീചമായ പാപത്താൽ അതിനെ എതിരിട്ടു. ആ മഹാപാപത്തിൻ്റെ ചരിത്രത്തിൻ്റെ രക്തം മണക്കുന്ന കഥയാണ് യാക്കോബ് ഇവിടെ വിവരിച്ചത്. ലേവിയോടും ശിമെയോനോടും പറഞ്ഞത് ഇതാണ്: ശിമെയോനും ലേവിയും കൂടപ്പിറപ്പുകളാണ്. അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ്. അവരുടെ ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ. ആ മക്കൾക്ക് അപ്പനോട് ആലോചന ചോദിക്കാമായിരുന്നല്ലോ. ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നതിന് മുൻപ് മുതിർന്നവരോട്, അല്ലെങ്കിൽ തലനരച്ചവരോട്, അല്ലെങ്കിൽ കൂടുതൽ അനുഭവജ്ഞാനമുള്ളവരോട്, അല്ലെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ ദൈവത്തോട് അടുത്തിരിക്കുന്നവരോട്, അല്ലെങ്കിൽ ആത്മീയമായ ജീവിതം നയിക്കുന്നവരോട് കൂടെ ഇരുന്ന് ദൈവത്തിരിക്കുന്നത് തേടുന്നത് നല്ലതാണ്. യാക്കോബിൻ്റെ കഴിഞ്ഞ കാലത്തിലെ ചില പാപങ്ങളുടെ മുറിവുകളുമായി കഴിയുന്ന യാക്കോബിൻ്റെ ജീവിതത്തിൽ അതിൽ നിന്ന് അവൻ എങ്ങനെയാണ് കരകയറിയതെന്നുള്ള അനുഭവത്തിൻ്റെ സമ്പത്ത് അത് യാക്കോബിൻ്റെ കയ്യിലിരിപ്പുണ്ട്. യാക്കോബിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അനുഭവ സമ്പത്തിൻ്റെ ആ ദൈവിക ജ്ഞാനം നിറഞ്ഞ ഗ്രന്ഥം അത് മക്കൾക്കും കൂടി വായിച്ച് കേൾക്കാവുന്നൊരു ഗ്രന്ഥമായിരുന്നു. എൻ്റെ സഹോദരനെ ഒരു പാത്രം പായസത്തിന് ഞാൻ ചതിവിൽപ്പെടുത്തി അവൻ്റെ കടിഞ്ഞുൽപത്രാവകാശം വാങ്ങിയെടുത്തു. പക്ഷേ ആ അനുഗ്രഹം എനിക്ക് ശാപമായി മാറി. അപ്പൻ്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങി, അതെനിക്ക് ശാപമായി മാറി. പിന്നെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും സാന്നിധ്യമില്ലാതെ, വാഗ്ദാന ഭൂമിയുടെ അഭിഷേകമില്ലാതെ, പാതാൻ ആരാമിൽ എൻ്റെ അമ്മാവൻ്റെ അടിമയായി ചതിക്കപ്പെട്ടും വഞ്ചിക്കപ്പെട്ടും കൊടുത്തണുപ്പത്തും പൊരിവെയിലത്തും ഞാൻ കിടന്ന് നൊന്തുരുകയില്ലേ? അങ്ങനെയുള്ള ദുരന്താനുഭവത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ആ ചരിത്ര പുസ്തകത്തിൻ്റെ ഓരോ ഏടുകളിലേക്കും മക്കളെ കൂട്ടിക്കൊണ്ടു പോകാൻ അപ്പന് പറ്റുമായിരുന്നു. ഒരു വേള അപ്പൻ്റെ അനുഭവ ഗ്രന്ഥത്തിൻ്റെ ഓരോ ഏടും എടുത്ത് വായിച്ചു നോക്കിയാൽ ഈ യാക്കോബിൻ്റെ മക്കൾ ദീനയെ മാനഭംഗപ്പെടുത്തിയ ഷെക്കമിനെ ക്രൂരമായി വധിക്കുകയോ അപ്പനായ ഹാമോറിനെ വധിക്കുകയോ ചെയ്യില്ലായിരുന്നു. നാട്ടിലെ പുരുഷന്മാരെ എല്ലാം വധിച്ചിട്ട് നാട് കൊള്ളയടിക്കുകയില്ലായിരുന്നു. എന്തിനിങ്ങനെ ചെയ്തു? അവരുടെ ഒരു പെങ്ങളോട് തെറ്റ് ചെയ്തപ്പോൾ തെറ്റിനെ അതിനേക്കാളും നീചമായ ക്രൂരമായ തെറ്റുകൊണ്ട് തിരുത്താനല്ലേ പോയത്. ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുകയാണ്, നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, അതുപോലെ മതങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ബന്ധത്തിൽ ഈ ചരിത്രത്തെ ഒന്ന് അവലോകനം ചെയ്ത് ധ്യാന വിഷയമാക്കി അവരുടെ നടപടികളെ ഒന്ന് തിരുത്തിയിരുന്നെങ്കിൽ. എവിടെയും വാളെടുക്കുന്ന ഈ പ്രവണത വരാൻ കാരണം എന്താ? എവിടെയും ക്രൂരത കൊണ്ട് പ്രതികാരം ചെയ്യാനുള്ള പ്രവണതയ്ക്ക് കാരണം എന്താ? അവിടെ ദൈവികമായ ഉൾക്കാഴ്ച, ദൈവികമായ ഉള്ളിലെ ഒരു കാഴ്ച, ജ്ഞാനം നിറഞ്ഞ ഒരു തീരുമാനം ഉണ്ടാകാൻ പറ്റാത്ത വിധത്തിൽ എന്തിങ്ങനെ തിന്മ സംഭവിക്കുന്നു? എനിക്ക് തോന്നുന്നു കാത്തിരിപ്പിൻ്റെ സുവിശേഷം അവർ വായിച്ചിട്ടില്ല. ദൈവിക വെളിപാടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ സുവിശേഷം അവർ വായിച്ചിട്ടില്ല. അപ്പസ്തലന്മാര് യേശുവിൻ്റെ മരണശേഷം നിരാശയോടുകൂടി കുറെ പേര് ഒളിച്ചു പാർക്കുന്നവരടുത്ത് 2 ശിഷ്യന്മാര് കാത്തിരിപ്പിന് തയ്യാറല്ല. അവരുടെ വേദനയും അവരുടെ നൊമ്പരവും എല്ലാം അവർ ഉള്ളിൽ ഒതുക്കിയിട്ട് വേദനയോടുകൂടി അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സ്വദേശത്തേക്ക് മടങ്ങുന്ന വഴിക്ക് യേശു അവരുടെ പുറകെ ചെന്നവരെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നില്ലേ? അവരെന്തുകൊണ്ട് കാത്തിരുന്നില്ല? എന്തുകൊണ്ട് കാത്തിരുന്നില്ല? പ്രിയപ്പെട്ടവരെ, മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ, തൻ്റെ അറിവില്ലാതെ, താൻ വഴിയല്ലാതെ തൻ്റെ പ്രതിഷ്ഠിത വധു ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ യാക്കോബ് രഹസ്യത്തിൽ അവളെ ഒഴിവാക്കാൻ ആലോചന നടത്തി കാത്തിരുന്ന നിമിഷത്തിലല്ലേ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തിൽ അവന് സന്ദേശം കൊടുത്തവൻ നേർവഴിക്ക് നയിച്ചത്? അപ്പോൾ കാത്തിരിപ്പിന്റെ സുവിശേഷം നഷ്ടപ്പെട്ടു പോയാൽ ശിമെയോന്റെയും ലേവിയുടെയും മഹാദുരന്തത്തിന്റെ ചരിത്രം അവിടെ ആവർത്തിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മഹാപാപം ചെയ്ത ഈ ശിമെയോനും ലേവിക്കും നഷ്ടപ്പെട്ടത് എന്താണ്?
യാക്കോബിന് കിട്ടിയ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം, അതും വളരെയേറെ പാപകരമായൊരു വഴിയിലൂടെ, പാപകരമായിട്ടുള്ള മാർഗത്തിലൂടെ അവൻ സമ്പാദിച്ചതാണ്. പക്ഷെ ദൈവം അവനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവന്റെ ജ്യേഷ്ഠനായ ഏസാവ് അനുഗ്രഹത്തോടുള്ള വിശ്വസ്തതയില്ലാത്തവനായിരുന്നു. കടിഞ്ഞൂൽ പുത്ര സ്ഥാനത്തിന്റെ വിലയറിയാതെ പന്നിയുടെ മുമ്പിൽ മുത്തെറിഞ്ഞു കൊടുക്കുന്നു എന്നത് പറയുന്ന പോലുള്ള മണ്ടത്തരം കാണിക്കുന്നവനായിരുന്നു. അതുകൊണ്ടല്ലേ ഒരു പാത്രം പായസം കണ്ടപ്പോഴേക്ക് അവന് കടിഞ്ഞൂൽ പുത്ര സ്ഥാനം, എനിക്ക് കടിഞ്ഞൂൽ പുത്ര സ്ഥാനം കണ്ട് എന്താ കാര്യം, വിശന്ന് ചാകാൻ പോവുകയാണ്, ചത്ത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മരിക്കാതിരിക്കാൻ വേണ്ടി അവന് കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റുകളഞ്ഞു. എനിക്ക് തോന്നുന്നു അന്ന് ഏസാവ് ഒരു വേള, ഇല്ല സഹോദര, എനിക്ക് വിശക്കുന്നു, കടിഞ്ഞൂൽ പുത്ര സ്ഥാനം പിതാവ് വഴി ദൈവം എനിക്ക് തന്നതല്ലേ, അത് ഞാൻ തന്നാൽ നിനക്ക് കിട്ടില്ലല്ലോ, ദൈവം എൻ്റെ കയ്യിൽ തന്നതല്ലേ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും യാചിച്ചിരുന്നെങ്കിൽ യാക്കോബ് നിർബന്ധിക്കില്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. അങ്ങനെ ദൈവാനുഗ്രഹത്തിൻ്റെ വില അറിയാത്തവന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. ഇതാ യാക്കോബിനത് കിട്ടിയിട്ട് അത് മഹാദുരന്തത്തിലേക്ക് അവനെ നയിച്ചെങ്കിലും അവൻ അനുതപിച്ച് ആ കൃപയിലേക്ക് അവൻ തിരിച്ചു വന്നു. ആ യാക്കോബിൻ്റെ മക്കള് റൂബൻ പാപം ചെയ്ത് അവനത് നഷ്ടപ്പെടുത്തി. ഇതാ അടുത്ത രണ്ട് മക്കള് ശിമിയോനും ലേവിയും അത് നഷ്ടപ്പെടുത്തി. നമുക്കറിയാം ചരിത്രം. 8-ാമത്തെ തിരുവചനത്തിൽ, ഉൽപ്പത്തി 49-ാം അധ്യായത്തിന്റെ 8-ാം തിരുവചനം, യൂദായിലേക്ക് 4-ാമത്തെ മകനിലേക്ക് പിന്നെ അനുഗ്രഹം പോയത്. യൂദാ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും, നിന്റെ പിതാവിന്റെ പുത്രന്മാർ നിന്റെ മുമ്പിൽ കുമ്പിടും. യൂദാ ഒരു സിംഹക്കുട്ടിയാണ്, എൻ്റെ മകനെ നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെ പോലെയും സിംഹയെ പോലെയും പതുങ്ങിക്കിടന്നു വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടുപോകുകയില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായി മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമന്ന് പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. തുടങ്ങിയ അനേകം അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ യൂദായുടെ മേൽ ഇതാ കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഈ യൂദായുടെ ഗോത്രത്തിലാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് ദാവീദ് വന്ന് പിറന്നതും യേശു വന്ന് പിറന്നതും എല്ലാം. അതായത് രക്ഷകന്റെ വരവിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗണത്തിൽ പാപത്താൽ ആ തെരഞ്ഞെടുപ്പിന്റെ വിശിഷ്ടമായ അഭിഷേകം നഷ്ടപ്പെടുത്തിയ റൂബൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. പിന്നീട് ക്രൂരതയാൽ ആ വിളിയുടെ എല്ലാ വൈശിഷ്ട്യവും നഷ്ടപ്പെടുത്തി കളഞ്ഞ ശിമയോന് ലേവി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. എന്നാൽ ദൈവത്തോട് ചേർന്നിരുന്ന യൂദായ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അവനിലൂടെയാണ് പിന്നീട് വാഗ്ദാനങ്ങൾ പൂർത്തീകരണമൊക്കെ സംഭവിച്ചത്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരും ഈ നിമിഷത്തിലും ഇനിയുള്ള നിമിഷങ്ങളിലും ഓർക്കുമ്പോഴൊക്കെ ഒന്ന് ധ്യാനിക്കുക. ദൈവത്തിൻ്റെ വിശിഷ്ടമായ സമ്മാനങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഏതെങ്കിലും തെറ്റായ ശൈലിയോ മനോഭാവമോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായിട്ടുള്ള ബോധ്യങ്ങളോ ശൈലികളോ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ തിരുത്താം. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം പ്രസംഗിച്ച എന്നെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെയും ആരെല്ലാം ഇന്ന് സൗഖ്യം പ്രാപിക്കാനായിട്ട് ആഗ്രഹിച്ചു വന്നിട്ടുണ്ട് അവരെല്ലാവരും അങ്ങ് തൊടണേ. അങ്ങയുടെ പരിശുദ്ധ കരം നീട്ടി ദാസരെ സുഖപ്പെടുത്തണമേ. ഈ വചനത്തിലൂടെയുള്ള ദൈവിക ശക്തി പ്രവാഹം ഇവരെ മാനസാന്തരത്തിലേക്കും വിശിഷ്ടമായ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള പൈശാചിക പീഡകളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഡകൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോപീഡകളും ആത്മാവിൻ്റെ ദാരിദ്ര്യവും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ദുരിതങ്ങളും കടബാധ്യതകളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ടുള്ള ആഗ്രഹമുള്ള എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാനെ, അങ്ങയുടെ തിരുമുമ്പിൽ ഇരുന്ന വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിതാവായ ദൈവമേ നന്ദി, പിതാവായ ദൈവമേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം.
നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിൽ ആരാധന. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാ പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഊമർ സംസാരിക്കട്ടെ. നാവിന്റെ കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോറിന്റെ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരരോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന ഉല്ലാസ് എന്ന സഹോദരൻ കണ്ണൂരാണ് വീട്. കണ്ണൂർ എവിടെയാണ്? കണ്ണൂര് കരുവഞ്ചാൽ, ആലക്കോട് കരുവഞ്ചാല. 2010 ഏതു മാസമാണ്? ഡിസംബർ 3-ാം തീയതി. ഡിസംബർ 3-ാം തീയതി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ തിക്ക് തിരക്ക് ട്രെയിനിൽ കയറുന്ന വഴിക്ക് ട്രെയിനിന്റെ അടിയിലേക്ക് വീണുപോയി. എന്നിട്ട് 6 ബോഗി എൻ്റെ മുകളിൽ കൂടെ പോയി. ഈ കാലിന്റെ മുകളിലൂടെ കയറി. ആ കാലിന്റെ മുകളിൽ കൂടെ കയറി 6 ബോഗി മുകളിൽ കൂടെ പോയി. ഇപ്പൊ അവിടെ കാൽപാദം പകുതി ഉള്ളൂ. അതിന്റെ കുഴ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കത്തില്ല. ഇപ്പോൾ ഒരു പ്രത്യേക സോക്സ് ധരിച്ചിരിക്കുകയാണ് അല്ലേ? അത് ഉരിക്കെ ഇങ്ങനെയായിരുന്നു എൻ്റെ കാലിങ്ങനെയാണ് ഇരിക്കുന്നത്.
അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റാത്ത കാലമായിരുന്നു. അതിനുശേഷം 100 ദിവസം ഏതാശുപത്രിയിലാണ് കിടന്നത്? സ്പെഷ്യലിസ്റ്റില്, എറണാകുളത്ത് സ്പെഷ്യലിസ്റ്റ് നോർത്ത് അവിടെയുള്ള സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഈ കാലത്ത്. അതിനുശേഷം നിലത്ത് ചവിട്ട് നടക്കുകയും 4 വർഷമായിട്ട് ചവിട്ട് നടക്കാൻ പറ്റില്ല. ചവിട്ട് നടക്കുന്നതിനും വണ്ടി ഓടിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. വേദനയുണ്ട്. വേദന ഇവിടെ ഈ കണ്ണയില്ല, ഈ കണ്ണയ്ക്ക് പ്രശ്നം. ഈ കണ്ണയില്ലായിരുന്നു. ഈ കണ്ണ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോഴായിരുന്നു എനിക്ക് വേദന. കാല് നിലത്ത് കുത്തി ശരിക്കും നടക്കാൻ പറ്റും. വേദനയായിരുന്നു, ഭയങ്കര വേദന. അപ്പോൾ ഇവിടെ ഞാൻ ആ രോഗശാന്തി വിളിച്ചു പറഞ്ഞു, കാൽപാദത്തിന് പരിക്ക് പറ്റിയ ഒരാളെ കർത്താവ് നടക്കുമ്പോൾ വേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു പറഞ്ഞ ആ സമയത്ത് എന്താ സംഭവിച്ചത്? ഞാനവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണുനീര് വന്ന് ഞാനിങ്ങനെ ശരിക്കും കരഞ്ഞു. എന്നെ ഇങ്ങനെ ആരോ ഇങ്ങനെ എന്തോ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ എനിക്കൊരു തോന്നൽ, ഒരു ദൈവാനുഭവം ഉണ്ടായി. ദൈവാനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ സ്തുതിക്കാനും അങ്ങനെ കൂടെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നു. കൈയും കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണ് നിറഞ്ഞിങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ഇങ്ങനെ ആരോ വന്ന് എനിക്ക് ശരിക്കും അനുഭവപ്പെട്ടു. നമ്മളിങ്ങനെ ബലമായിട്ട് കെട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു ഇതെനിക്ക് അനുഭവപ്പെട്ടു. യെസ്. എന്നിട്ട് ആ സമയത്ത് ഞാനിവിടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കും വേദന പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും നടന്നു. എനിക്ക് അന്നേരം അവിടെ നിന്ന് വന്ന് വരുമ്പോൾ അല്ലാതെ ഈ സോക്സ് ഇട്ടുകൊണ്ട് അങ്ങനെ നടക്കാൻ, ഷൂ ഉപയോഗിക്കാതെ എനിക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ ഷൂ ഇടാതെ നടക്കാൻ പറ്റില്ലായിരുന്നു. സോക്സ് ഇട്ടുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ വരെ വന്നത്. ഒരു കുഴപ്പമില്ല. ഷൂ ധരിക്കാതെ നടക്കാൻ പറ്റാത്ത ആളായിരുന്നു ഉല്ലാസ്. ജോർജ് എന്നാണ് പേര്. ആശാൻ കവലയുടെ കണ്ണൂര്. അതെ, കണ്ണൂര് വെള്ളാട് അടുത്ത് ആശാൻ കവലയിലാണ് വീട്. 2010 ഡിസംബർ 3-ാം തീയതി അപകടം ഉണ്ടായതാണ്. അപ്പോൾ കർത്താവ് നൽകിയ അത്ഭുതകരമായ സൗഖ്യം. ഇപ്പം നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉല്ലാസം തന്നെ ഒരുപക്ഷെ രോഗശാന്തി എനിക്ക് ഇപ്പം കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന ദൈവം. ഇത് നമ്മൾ പാട്ട് പാടിക്കൊണ്ട് ഇരുന്ന അവസാന ഭാഗമായപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിരുന്നു ഒരാളെ ഇങ്ങനെ സുഖപ്പെടുത്തുന്നു. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് നമുക്ക് രോഗശാന്തിക്ക് വേണ്ടി ഓരോന്നിനായി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ആ പ്രാർത്ഥനയുടെ പകുതി ആയപ്പോൾ കർത്താവ് കൃത്യമായിട്ട് ഉത്തരം നൽകി, ഇങ്ങനെയാണ് രോഗശാന്തി ഉണ്ടായതെന്ന്. ഇപ്പോൾ ആ വേദനയില്ല. നടന്നൊന്ന് സ്പീഡിൽ നടന്നേ, മൈക്ക് കൊടുത്തേ. ഒരു കുഴപ്പമില്ല. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. കാര്യം ഞാൻ അച്ഛൻ്റെ ഒരു ആശ്രമത്തിൽ നിൽക്കുന്ന എല്ലാ ദിവസവും കുർബാനയ്ക്കെല്ലാം കൂടുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തൊരാളായിരുന്നു. ചെറിയ വിശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ വന്നിരുന്ന് ഞാനിങ്ങനെ എന്നെ അവിടെയുള്ള ഒരാൾ ഇവിടെ ധ്യാനകേന്ദ്രത്തേക്ക് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നതാണ്. എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി അവിടെ ഈ ആശ്രമത്തിലുള്ള ഒരാളാണ്, ഒരു ബ്രദറാണ്. ഇവിടെ ഇപ്പൊ വിശ്വാസമുണ്ട്. യേശുവേ നന്ദി. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.